ഭാരതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. ഉഗ്രമൂർത്തിയായ പരമശിവന് ഭക്തർ സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് ധാരാഭിഷേകം. ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ നടക്കുന്നതാണ് ധാരാഭിഷേകം. ശിവഭഗവാന്റെ ശിരസിലെ ചൂട് ശമനത്തിനായാണ് ശുദ്ധജലം ധാരയായി അഭിഷേകം ചെയ്യുന്നത്. ഭക്തർ ധാരാഭിഷേകത്തിന് പണമടച്ചാൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ഭഗവാന് ധാരാഭിഷേകം നടത്തും. ശിവക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയ്ക്ക് മുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന ദ്വാരപാത്രത്തിൽ കൂടി ശുദ്ധജലം അഭിഷേകം ചെയ്യുന്നതാണ് ധാരാഭിഷേകം. ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരാണ് ഈ ചടങ്ങ് നടത്തുക. എന്നാൽ ഭഗവാന് സ്വയം ഭക്തർക്ക് ധാരാഭിഷേകം ചെയ്യാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുണ്ട് തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര എന്ന ഗ്രാമത്തിൽ. മുള്ളൂർക്കര ഇരുനിലംകോട് ജ്ഞാനാനന്ദ കുടീരം ആശ്രമത്തിലാണ് ഭക്തർക്ക് ഭഗവാന് സ്വയം അഭിഷേകം ചെയ്യാൻ അവസരമുള്ളത്. സ്വാമി നിഖിലാനന്ദ സരസ്വതി ഹരിദ്വാറിൽ നിന്നാണ് ശിവലിംഗം മുള്ളൂർക്കരയിൽ എത്തിച്ചത്. ഇത് എല്ലാവർക്കും ആരാധിക്കാവുന്ന രീതിയിലുള്ള ഒരു ശിവലിംഗ സമ്പ്രദായമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് ഭക്തജനങ്ങൾ ചെല്ലുന്നു, അവിടുത്തെ പൂജ ചെയ്യുന്ന അർച്ചകനായിട്ടുള്ള അല്ലെങ്കിൽ പൂജാരിയായിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ട് നമ്മളവിടെ പൂജയാണെങ്കിലും അഭിഷേകമാണെങ്കിലും എല്ലാം അങ്ങനെ ചെയ്യിക്കുന്നതായിട്ടുള്ളൊരു സമ്പ്രദായമാണ് സാധാരണ കേരളത്തിലുള്ളത്. എന്നാൽ വടക്കേ ഇന്ത്യയിലുള്ള രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അവരവരുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്യാനും പൂജ ചെയ്യാനുള്ള സമ്പ്രദായങ്ങളാണ് വടക്കേ ഇന്ത്യയിലെ ശൈലി. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ വടക്കേയിൽ നിന്ന് ഹരിദ്വാറിൽ നിന്ന് ഭഗവാന്റെ ഒരു ശിവലിംഗം കൊണ്ടുവരികയും ഇവിടെ ഈ ആലിൻ്റെ ചുവട്ടിലായിട്ട് വലിയ അശ്വത്ഥമാണ്, അശ്വത്ഥത്തിൻ്റെ ചുവട്ടിൽ ഭഗവാൻ മഹേശ്വരനെ സാർവജനികമായിട്ടുള്ള രീതിയിൽ താന്ത്രിക വിധാനങ്ങളിലല്ലാതെ എല്ലാവർക്കും പൂജിക്കാവുന്ന രീതിയിൽ ഇവിടെ സ്ഥാപിക്കുകയും ധാരാളം ആളുകൾ വരാറുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു, കൂവളത്തിൽ സമർപ്പിക്കുന്നു, ചിലർ മാല സമർപ്പിക്കുന്നു. അവരവരുടെ രീതിയിൽ ആരാധിക്കാനുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതാണ് എല്ലാവർക്കും വളരെ ഐശ്വര്യമായിട്ടുള്ള രീതിയിൽ അടുത്ത കാലത്താണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ആശ്രമത്തിലെ ഒരു വൃക്ഷച്ചുവട്ടിലാണ് പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്തായി ശുദ്ധമായ വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് സ്വയം വെള്ളമെടുത്ത് ധാര അഭിഷേകം ചെയ്യാം. കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഭക്തർക്കായി അവസരം ഒരുക്കിയിട്ടുള്ളത്.
കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.